നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം സുഗമമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം, അതായത് BJP-യെ സംബന്ധിച്ചിടത്തോളം NDA-യുടെ സീറ്റ് വിഭജനം അനിശ്ചിതത്വത്തിലേക്ക് പോകും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം BJP-യുടെ ഘടകകക്ഷികളായി നിൽക്കുന്നത് പരസ്പര വൈരുദ്ധ്യമുള്ള രണ്ട് പാർട്ടികളായതുകൊണ്ട് തന്നെയാണ്. ഏക്നാഥ് ഷിൻഡെയുടെ വിഭാഗം, അതായത് ശിവസേന വിഭാഗവും ശരത് പവാറിൻ്റെ മരുമകനായ അജിത് പവാറിൻ്റെ NCP വിഭാഗവുമാണ്. അവിടെ NCPയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പല രീതിയിലുള്ള വേറിട്ട അനുഭവങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ രണ്ട് പാർട്ടികൾ ആണ് NDA-യുടെ ഭാഗമായി നിൽക്കുന്നത്. അതായത് BJP 26 സീറ്റുകളിൽ മത്സരിക്കുകയും ബാക്കിയുള്ള 22 സീറ്റുകളാണ് സഖ്യകക്ഷികളായ ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിനും NCPയുടെ അജിത് പവാർ വിഭാഗത്തിനുമായി വീതിച്ച് നൽകാൻ കൃത്യമായി പദ്ധതിയിട്ടിരിക്കുന്നത്. പക്ഷേ ആ 22 സീറ്റുകളിൽ കൃത്യമായി നോക്കിയാൽ ശിവസേന വിഭാഗം ഒരിക്കലും NCPയുടെ വിഭാഗത്തിന് 10-ൽ കൂടുതൽ സീറ്റുകൾ കൊടുക്കുകയില്ല. പക്ഷേ 10 പോലും കൊടുക്കുന്ന സാധ്യതയില്ല. കൂടിപ്പോയാൽ 5-ഓ 6-ഓ സീറ്റ്, ആ ഒരു രീതിയിലേക്കാണ്. ബാക്കിയെല്ലാം തങ്ങൾക്ക് വേണം എന്ന രീതിയിലാണ് ഷിൻഡെ കൃത്യമായി പിടിമുറുക്കുന്നത്. മാത്രമല്ല, ശിവസേന ഔദ്യോഗികമായി ഇപ്പോൾ ഷിൻഡെയുടെ കൂടെയാണ് എന്ന അവകാശവാദമാണ് ഷിൻഡെ പ്രയോഗിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ശിവസേന ആരാണെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാകും എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. അണികളും കൃത്യമായ ജനവിഭാഗവും ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളത് ഉദ്ധവ് താക്കറെ വീണ്ടും ഉറപ്പിക്കുകയാണ്. അത് സഞ്ജയ് റാവത്ത് കൂടി പറഞ്ഞൊരു കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവ് താക്കറെ വിഭാഗം, NCPയുടെ ശരത് പവാർ വിഭാഗം, അതുപോലെ തന്നെ കോൺഗ്രസ്, ഈ മൂവർക്കും 16 സീറ്റുകൾ വെച്ച് കൃത്യമായിട്ടുള്ള വീതം വെപ്പ്, അതായത് 16x3 എന്നുള്ള രീതിയിൽ 48 സീറ്റുകളിലേക്കും ഈക്വലായിട്ടുള്ള ഒരു ഡിവിഷനിലേക്കാണ്, ക്ലിയർ കട്ട് ഡിവിഷനിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഉദ്ധവ് താക്കറെ സംബന്ധിച്ചിടത്തോളം 2024 ഏറെ നിർണായകമായ ഒരു വർഷം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ വരുന്ന 2024 നവംബറിലായിരിക്കും തെരഞ്ഞെടുപ്പ് വിധി ഉൾപ്പെടെ വരുന്നത്. അതായത് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2014 വർഷങ്ങളുടെ ബാന്ധവം വെടിഞ്ഞുകൊണ്ടായിരുന്നു BJP-യും ശിവസേനയും വെവ്വേറെ മത്സരിച്ചത്. അതുപോലെ തന്നെയായിരുന്നു NCPയും കോൺഗ്രസും. 4 പാർട്ടികളും വെവ്വേറെ മത്സരിച്ച മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് പക്ഷേ BJP ആയിരുന്നു. രണ്ടാമത് 63 സീറ്റുമായി ശിവസേനയും അവരുടെ കരുത്ത് തെളിയിച്ചതാണ്. പിന്നീട് മനസ്സോടെ BJP ശിവസേനയെ കൂട്ടി മന്ത്രിസഭ ഉണ്ടാക്കി. ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു മുഖ്യമന്ത്രിയായത് 2019. പക്ഷേ ശിവസേനയെ ഒപ്പം നിർത്തിയെങ്കിലും ശിവസേനയുടെ ഡിമാൻഡ് തെരഞ്ഞെടുപ്പിന് ശേഷം അംഗീകരിക്കാൻ തയ്യാറാകാത്ത BJP പാലം വലിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ മഹാവികാസ് അഘാടി രൂപീകരിക്കാൻ കൃത്യമായും ശരത് പവാറിൻ്റെ കൂടെയും കോൺഗ്രസിൻ്റെ കൂടെയും നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഉദ്ധവ് താക്കറെയെ തള്ളിയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. പക്ഷേ അത് വെറും ഡമ്മി സ്ഥാനത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഫട്നാവിസ് തന്നെയാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശിവസേനയ്ക്ക് യഥാർത്ഥ രൂപം ആരായിരിക്കും നൽകുന്നത്? യഥാർത്ഥത്തിൽ ബാൽ താക്കറെയുടെ പിൻഗാമി ഉദ്ധവ് താക്കറെയാണ് എന്നുള്ളത് ജനങ്ങൾ കൃത്യമായി പറയുക തന്നെ ചെയ്യും. അത് വോട്ടെടുപ്പിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. മറാത്ത ജനങ്ങളത് കൃത്യമായി ആവർത്തിച്ച് പറയും. മറാത്ത വികാരം ആളിക്കത്തുമെങ്കിൽ അത് കൃത്യമായും ഉദ്ധവ് താക്കറെയ്ക്ക് അനുകൂലമായിരിക്കും എന്നുള്ളത് അവിടെ സഞ്ജയ് റാവത്ത് അടക്കമുള്ള നേതാക്കൾ അടിവരയിട്ട് പറയുകയാണ്.